കയ്യടിയും പ്രോത്സാഹനവും കിട്ടുന്നത്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ നിന്ന് ഇന്നത്തെ ഈ പ്രത്യേകിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനം തൊട്ട് രോഗങ്ങൾ തൊട്ട് നാട്ടിലനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതിനെ കാവൽ നിൽക്കുകയും അതിന് ഉത്തരം പറയുകയും അതിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടവരായി സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്നും 10 മടങ്ങ് രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ട ഒരവസ്ഥയിൽ കേരളത്തിൻ്റെ പോലീസ് അഭിമാനകരമായ പ്രവർത്തനം നടത്തി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടക്കുണ്ടാകുന്ന ചില പുഴുക്കുത്തുകൾ, അതാണ് പലപ്പോഴും ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം പോലീസിന് ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിപൂർവമായും പ്രവർത്തിക്കാനുള്ള ഫ്രീഡം നൽകിയ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അനുഭവമുള്ളവർക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. എനിക്ക് 57 വയസ്സായി. നമ്മളൊരു 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ പൊതുപ്രവർത്തനം, ഒരു 10-40 കൊല്ലത്തെ അനുഭവം വ്യക്തിപരമായി നമ്മൾക്കൊക്കെ തന്നെയുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയങ്ങൾ മാറി മറിയുകയും പുതിയ ഗവൺമെൻറ്റുകൾ വരികയും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിക്രം DYSP എൻ്റെ കോളേജ് മേറ്റാണ്. ഇപ്പോൾ IPS കൺഫർ ചെയ്ത നമ്മുടെ ആലപ്പുഴ SP ചന്ദ്രമാൻ എൻ്റെ ബാച്ച് മേറ്റാണ്. അപ്പോൾ നമ്മളീ പറയുന്നത്, നമ്മൾ ഈ മനുഷ്യരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിലും ഒക്കെ നമ്മൾ ഇടപെട്ട് പ്രവർത്തിച്ചാണ് വരുന്നത്. അപ്പം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ, ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ, നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുറയ്ക്കാൻ ഒരുപാട് വിഷയങ്ങളിൽ സൈക്കോളജിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും പ്രാക്ടിക്കലായിട്ടും ഈ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ 2016 ശേഷം 6000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പുതുതായി സേനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 6ാമതൊരു ബറ്റാലിയൻ ഉണ്ടാക്കി, സ്ത്രീകൾക്ക് പ്രത്യേക ബറ്റാലിയൻ ഉണ്ടാക്കി. പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇപ്പം എനിക്ക് തന്നെ അറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനങ്ങൾ നമ്മൾ ബന്ധപ്പെടും, പല ഉദ്യോഗസ്ഥരും ബന്ധപ്പെടും. മിക്കവാറും ബന്ധപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. സ്വാഭാവികമായും നമുക്കവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ റീസൺ ജെനുവിനാണെങ്കിൽ നമ്മളതിൽ ഇടപെട്ടിട്ട് സഹായിച്ചു കൊടുക്കണം, എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് സ്വാഭാവികമായും പറയും. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സമീപിച്ചവരിൽ സാധാരണക്കാരായ പോലീസുകാരുണ്ട്. 1ഉം 2ഉം 10ഉമല്ല, ജില്ലയിൽ നടന്ന ട്രാൻസ്ഫറുകൾ ഈ കാലത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പോലീസിങ് കറക്റ്റായിട്ട് നടക്കണം. അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ അത് മനുഷ്യത്വപരമായിരിക്കണം. മനുഷ്യത്വപരമല്ലാത്ത ട്രാൻസ്ഫറുകൾ നടന്നപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരുമായി പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചു. ജില്ലയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവരൊക്കെ വന്ന് നമ്മളെ കാണുന്നുണ്ട്, ഇതിലൊരു ഇടപെടൽ നടത്തണം. ഇതിൽ വളരെ മാനുഷികമല്ലാത്ത രീതിയിൽ രാവിലെ 5 മണിക്ക് നീറ്റ് ജോലിക്ക് 10-50 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി പ്രായം ചെന്ന അമ്മയും അച്ഛനും രോഗിയായ മക്കളുമുള്ളവർ എന്നെ സമീപിച്ചിട്ടുണ്ട്. സാറേ, കഴിയുന്നില്ല പണിയെടുക്കാൻ, ഈ 5 മണിക്ക് പോയി തിരിച്ചു വരാൻ കഴിയുന്നില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഇത്ര പ്രശ്നങ്ങളാണ്. ഇതാണ് ഡോക്ടറുടെ സീറ്റ്, സാറ് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിച്ചോ, ഞാൻ കളവാണോ പറയുന്നത്? എത്ര ആൾ പറഞ്ഞിട്ടുണ്ട്? ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി പോലീസിൻ്റെ ഉയർന്ന
ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പറഞ്ഞതാണ്, ഞാനും ജീവിച്ചിരിപ്പുണ്ടല്ലോ, പറഞ്ഞ ആളും ജീവിച്ചിരിപ്പുണ്ട്. കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് MLA ദയവായി അതിൽ ഇടപെടരുത്, അതുകൊണ്ടാണ് മാറ്റിയത്. ഇതിൽ വ്യക്തിപരമായി അറിയുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി ജനിച്ചന്ന് മുതൽ അറിയുന്നവരുണ്ട്. അപ്പൊ ഈ പറയുന്നതിൽ അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അനുഭവമുള്ളതാണ്. അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും, വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത്? മനുഷ്യന് മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല മര്യാദയ്ക്ക്. ആർക്കോ വേണ്ടി ജോലി ചെയ്യാണ്, പ്രാഗി പറഞ്ഞിറങ്ങുകയാണ്. ഒരു സന്തോഷത്തോടു കൂടി രാവിലെ ഇറങ്ങുന്നതിന് പകരം പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും. എനിക്കറിയാം. ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ പറയിൽ ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണമല്ല. രാവിലെ നല്ല ഭാര്യയുടെ അടുത്തും 2 തെറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നെഞ്ഞത്ത് കയറും. നമുക്കറിയാം, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതികരിക്കും. പലപ്പോഴും ചിലരൊക്കെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും. ഞാൻ സ്റ്റാഫിനോട് പറയുമ്പോണ്ടോ അവൻ പറയട്ടെ, കാരണം അവൻ അങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ വന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം. ഫാസിസം കുറെ കാലമല്ലോ, കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസമാണ്. എന്താണ് ഫാസിസം? ഞാൻ പറയണ്ടല്ലോ. അടിച്ചമർത്തി, അമർത്തി, അടിമപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ച മലയാളമാണ് ഫാസിസം, അല്ലേ? അപ്പൊ ആ ഫാസിസത്തിന്റെ ചില വഴികൾ, ചില പുഴുക്കുത്തുകൾ ഒരിക്കലും നാടിന് ഭൂഷണമല്ല. ഇവർക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ്സിന്റെ നെഞ്ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയുക. ചില്ലുമേടയിലും AC കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും. ഞാനൊരു ഭരണകക്ഷി MLA എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, വളരെ നമുക്കതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിട്ടൊന്നും ആരും കരുതണ്ട. ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ബംഗ്ലാദേശിൽ ഇപ്പം എന്താ സ്ഥിതി? പ്രസിഡന്റിന്റെ അടിവസ്ത്രമായിട്ടാണ് നാട്ടുകാർ നടന്നല്ലേ, കണ്ടില്ലേ? ഘട്ടങ്ങളുണ്ട് മനുഷ്യർക്ക്. ആ ഘട്ടങ്ങളിലേക്ക് ഇത് എത്തിക്കാതെ നോക്കണം. ഈ നല്ല കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ രീതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ശരിയാണോ? ഞാൻ എൻ്റെ അനുഭവം പറയും, അതെനിക്ക് പറയാമല്ലോ. ഞാൻ ഈ അസോസിയേഷനിൽ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞ എൻ്റെ കാര്യം ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. എൻ്റെ അനുഭവം എനിക്ക് പറയാമല്ലോ. കേരളത്തിലെ ഒരു നമ്പർ 1 ഫ്രോഡ് മറുനാടൻ മലയാളി, നിങ്ങൾക്കൊക്കെ അറിയാം, അറിയില്ലേ? ഈ നാടിലെ വർഗീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ 5-8 വർഷമായി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നവൻ. അവൻ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അതിൻ്റെ ബേസിലല്ല. മതവിദ്വേഷം പറഞ്ഞാലേ കാണാൻ ആളെ കിട്ടൂ. അപ്പൊ അതിനെന്താ, ഈ പറയുന്നവരും കേൾക്കും, എതിർ വിഭാഗത്തിൽപ്പെട്ടവർ 2 കൂട്ടരും കാണും. അദ്ദേഹത്തിന്റെ വരുമാനം 3-3.5 കോടിയാ ഒരു വർഷം. ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പേപ്പറാ ഈ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്.
ഇത് വലിയൊരു ദേശീയ പ്രശ്നമായി നാടിൽ, ഈ കേരളത്തിൽ. ഇവിടെ ഇപ്പം നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ചില വിഭാഗങ്ങളെ തമ്മിലെ അകർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നിരന്തരമായിട്ട്. ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദേശീയബോധം, ഈ നാടിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ യൂട്യൂബർ എൻ്റെ പെങ്ങളെ കെട്ടി കാര്യം നിർത്തിയിട്ടൊന്നുമില്ല, എനിക്കൊരു വൈരാഗ്യം വരാൻ. ആ വിഷയത്തിൽ ലീഗലായിട്ട് നമ്മൾ ഇടപെട്ടു. എത്ര പോലീസ് ഓഫീസർമാരെ കുടുംബം കലക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര DYSP എങ്ങനെ ആത്മഹത്യ ചെയ്തത്? ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടവനാ. എത്ര പോലീസ് ഓഫീസർമാർ. ഇപ്പം ASP ഫിറോസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നാളെ അദ്ദേഹത്തെ തകർക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇരുന്ന് പറയാം. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ, അദ്ദേഹത്തിന്റെ മകളിങ്ങനെ, അദ്ദേഹത്തിന്റെ അളിയൻ ദുബായിൽ ആ കള്ളക്കച്ചവടം, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസ് ചെയ്ത് കളയും. ഇപ്പല്ല മാർഗമുണ്ടോ? കേട്ടിരിക്കുക, സഹിക്കുക, കാല് പിടിക്കുക, അല്ലേ? ഇത് തുടർന്നപ്പോഴാണ് ഇതിനൊരു അന്ത്യമുണ്ടാകണമെന്ന നിലക്ക് നമ്മളൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. എത്ര കേസെടുത്ത് പോലീസ്? പോലീസിന്റെ ചിറി തോണ്ടില്ല, ചിരിയിൽ ഇവൻ പോലീസിന്റെ നിങ്ങളുടെ പ്രൈവറ്റ് വയർലെസ് മെസ്സേജ് ഈ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചില്ലേ? SP കൊടുക്കുന്ന മെസ്സേജ്, DYSP കൊടുക്കുന്ന മെസ്സേജ്. എന്താ വാർത്ത? പ്രേക്ഷകരെ ഞാൻ ഇതാ കേരളത്തിലെ ഞെട്ടിക്കുന്ന, അങ്ങനെയാണ് അവന്റെ തുടക്കം. പോലീസിന്റെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള വയർലെസ് മെസ്സേജ് ഇതാ കേൾക്കുക. കേസ് കൊടുത്തു. കേസ് അന്വേഷണത്തിൽ പോയി. എന്തുണ്ടായി? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66F ഈ കേസിന് ബാധകമാണെന്ന് പറഞ്ഞ് അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു. എങ്ങനെയാണ് 66F എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടെററിസമാണ്. എങ്ങനെ ടെററിസം വരുന്നത്? വയർലെസ് മെസ്സേജാണ് പുറത്തേക്ക് വിട്ടത്. അത് IT ആക്ടിൽ വരില്ല. പക്ഷേ കേരള പോലീസിന്റെ വയർലെസ് ഇവിടുത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റം പ്രകാരം ഇത് 66F അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. ആരാ? PV Anwar അല്ല. കേരളത്തിന്റെ പോലീസ് എഴുതി ചോദിച്ചു, ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോ ഇത് ഈ പറയുന്ന 66F അട്രാക്ട് ചെയ്യൂ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസ് പഠിച്ച് റിപ്ലൈ കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് ദിസ് വയർലെസ് ഈസ് കണക്റ്റഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട് 66F. എന്ത് നടപടി ചോദിച്ചു? ആലുവ പോലീസ് ഒരു കേസെടുത്തു, 66B ഇട്ടിട്ട്. ഇന്നലെ ക്രൈംബ്രാഞ്ചിലെ 2 SIമാർ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഈ കേസ് ഇന്നതാണ്, ഇത് 66F അട്രാക്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്കും കുറച്ച് ഉറപ്പ് വേണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലായോ? പോലീസിന് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി, ആ സേനയെ കുട്ടിച്ചോറാക്കി, ആ സേനയുടെ നിങ്ങളുടെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ നാട് മുഴുവൻ കേൾപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടല്ലോ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതെങ്കിലും വേണം. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഈ 4 സെന്റൻസാണ്. ഇത് പോലീസല്ലേ? എന്താ കാരണം? ഈ പറയുന്ന ചങ്ങാതിൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് TV സാധനങ്ങളുണ്ട്. ഞാനതാ മനസ്സിലാക്കിയത്. പഴയ IG ഇല്ലേ, നമ്മുടെ തൃശ്ശൂർ IG സുരേന്ദ്രൻ, മോൺസിംഗൽ, മാവുങ്കൽ, ലക്ഷ്മണ, ഇവരൊക്കെയല്ലേ ഈ ഗവൺമെന്റിനെയും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലില്ലാതെ ഈ സാധാരണ പോലീസുകാരാണോ? അല്ലല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ പല സാധനമുണ്ട് ഇവന്റെ കയ്യിൽ. ഇവൻ ഭീഷണിപ്പെടുത്താണ്. 66F ഇട്ട ഞാൻ അങ്ങോട്ടാക്കും, ഞാൻ ഇങ്ങോട്ടാ. ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ്. എന്തേ പോലീസിനെ ഗഡ്സ് വേണ്ടേ? എന്തല്ലാതെ പോയത്? അവിടെയാണ് പ്രശ്നം.
ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച്, പൊതുപ്രവർത്തകരെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? എന്തും പറയല്ലേ, എന്തും പറയും. അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട്. അതെപ്പോഴും ഒരു എന്താ പറയാ, IPS റാങ്കിന്റെ മേലുള്ളവരാണ്. ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവും ഏതെങ്കിലും കേസിൽപ്പെട്ടത്. അത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ്, ലോകവ്യാപകമാണ്. നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിന്റെ വലിയ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ആവണ്ടേ? ഇതെന്റെ ഒരു അനുഭവം. രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ പറയാം. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു 1-2 പാർക്ക് ഉണ്ടല്ലോ, നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു. അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കണം, 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ, 2300 ചില കിലോ വെയിറ്റ്. മനസ്സിലായോ? ഒരാൾക്കും 2 ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടറിനെ വിളിച്ചു. ഒരു വിവരമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസിന് നമ്മൾ കൈമാറി. അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക. ഇങ്ങനെയുണ്ട് ഒരു പോലീസിന്? ഇങ്ങനെയാണോ? എങ്ങനെ ഏത് പൊട്ടന് കണ്ടുപിടിക്കാൻ കഴിയില്ല? ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്താ? അത് അൻവർ MLA അവിടെ കിടന്നോട്ടെ. മനസ്സിലായോ? അതവിടെ കിടക്കട്ടെ. അപ്പൊ ഇനി ഇതൊന്നും പറയാതിരിക്കാൻ നിവർത്തില്ല. പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഞങ്ങൾ പ്രതികരിക്കും. അതിനൊരു തർക്കവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. MLA ആയാലും ശ്രദ്ധിക്കണം. പോത്തുകല്ലിലും എടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം. എന്താ എടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം? ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും ഒക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്ത 2 കൊല്ലം അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനാ എന്തിന് എടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചു. അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഫാമിലിയെ പോയി കയ്യും കാലും പിടിച്ച് 50 സെന്റ് സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് 3.5-4 വർഷമായി. നിങ്ങളറിയോ? അത് കൺവെർട്ട് ചെയ്യണം ആ ലാൻഡ്. ആ കൺവെർഷന് വേണ്ടി ഇവിടുന്ന് പ്രപ്പോസൽ പോയി. തിരുവനന്തപുരത്തുനിന്ന് കാർഷിക ഡിപ്പാർട്ട്മെന്റ് അത് ഉടക്കി. മുമ്പുണ്ടായിരുന്ന ആ സമയത്ത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കാര്യത്തോടു കൂടി വിളിക്കുന്നു. ബഹുമാനപ്പെട്ട SP യോട് ഇരിക്കാണല്ലോ, അയാൾ 5-8 മാസമായല്ലോ. ഒരു ഫോൺ കോള് അല്ല MLA നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കത്ത് അദ്ദേഹത്തെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നോട് അവിടെ പോലീസുകാർക്ക് എന്താ MLAക്ക് ഇതിനായിട്ട് നടക്കുക? ഞാൻ വിട്ടു. പക്ഷെ ആ കക്ഷികളോട് ഞാൻ ഹൈക്കോടതി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫീസ് ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? 50 സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനാണ് കൊടുത്തത്. ഇവര് നിർമ്മിക്കുന്നില്ലെങ്കിൽ ആ സാധുക്കൾക്ക് ആ 50 സെന്റ് കൊടുത്ത 10 ആള് കൂടി തന്നതാ. ആർക്കാ ഉത്തരവാദിത്വം? ഇതൊന്നും ശരിയല്ല. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പൊ പോത്തുകല്ലിൽ ഇത്രയും ദിവസം പട്ടിണി കിടന്ന് പ്രവർത്തിച്ച പോലീസുകാർ എനിക്കറിയാം. അവരോടൊപ്പം ഇഞ്ചോടിഞ്ച് നിന്ന് പ്രവർത്തിച്ച പാവപ്പെട്ട മനുഷ്യനാണ് കൂലിപ്പണിക്ക് പോകുന്നത് പോത്തുകല്ലിൽ. ഇപ്പൊ 3 ദിവസമായിട്ട് പെറ്റി കേസ്. ഒരു പായിൽ കിടന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പോലീസുകാരൻ എങ്ങനെ ഇവരോട് പറയും? CMന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ. ഇങ്ങനെയുണ്ട് ഒരു പോലീസിന്.
ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ എങ്ങനെ ആക്കാൻ കഴിയും എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. റിസർച്ച് അത് ഫോളോ ചെയ്യുക. ഇതാണ് രീതി. നിരവധി അനവധിയായ പെറ്റി കേസുകളെ വിളിച്ചാൽ എന്താ പറയുക, CIS ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല സാറേ, ഞങ്ങൾക്ക് കോട്ടയാണ്. എന്തത് കോട്ട? ഈ ഗവൺമെന്റിന് ഉമിനീര് കുടിച്ചിട്ട് വിശപ്പും ദാഹമൊന്നും മാറില്ല. ഈ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. 1,27,000 കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തരാനാ. സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു 73,000 കോടി രൂപക്ക്. 13,000 കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ മാസം 5-8 ഇപ്പൊ 1,23,000 കോടി രൂപ ഈ ഗവൺമെന്റ് കിട്ടാനാ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിൽ ഈ തുപ്പല് കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടിൽ കൂടെ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റി കേസിട്ട് പൈസ പിടുങ്ങേണ്ട കാര്യമൊന്നും ഈ ഗവൺമെന്റിനില്ല. അതിനൊക്കെ പരിധിയുണ്ട്. ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാഫിക് കേസുകളോടെ കുറഞ്ഞിട്ടുണ്ട്. കോട്ട നിശ്ചയിക്കുക, എത്ര ലക്ഷം ഇങ്ങോട്ട് തന്നോളണം അല്ലേ? വെറുതെ ജനങ്ങൾ പറയുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയം ഇത്തരം കാര്യങ്ങളല്ലായിരുന്നു. പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും. അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യണ്ട. ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം. ഈ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, ചിലവർക്ക് ഇപ്പൊ കേന്ദ്രത്തിന്റെ നിലപാടെന്താ? ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാണ്, നശിച്ച് നാരായണക്കല്ലടയണം. അതാണല്ലോ സാമ്പത്തികമായി ഒരുക്കുന്നത്. പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത്, ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത്, നിങ്ങൾക്ക് തന്നെ റിലീഫ് എല്ലാവരും എതിരാവണം. അതാണല്ലോ കേന്ദ്രത്തിന്റെ ആവശ്യം. ആ ആവശ്യത്തിന് കുടപിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട്. അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ്. SP കുറെ സിം കാർഡ് പിടിച്ച് ഞാൻ കണ്ടു. നമ്മളെ 10 ലക്ഷത്തിന്റെ മുതലിന് യാതൊരു വിവരമില്ല. കുറെ സിം കാർഡുകൾ, അതിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിടയ്ക്ക്. SP കാണില്ല, ഞാൻ TV-യില. പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ? എൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയേണ്ടത്? ഇപ്പൊ തന്നെ ഞാൻ 10 മണിക്ക് ഞങ്ങൾ സമ്മേളനം പറഞ്ഞല്ലേ, ഞാൻ 9:50 മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി 1 മിനിറ്റ് പുറം വൈകാറില്ല. 5-10 പരിപാടി ഉണ്ടാകുമ്പോൾ 2-3 പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും. ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യുക, ആളെത്തിയിട്ടില്ലാണ്. ശരിയെന്ന് പറഞ്ഞു. ഒരു ചായയല്ലേ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ചായ കുടിച്ചു മലപ്പുറത്ത് നിന്ന്. പിന്നെ ഞാൻ 10:20 അവിടെ വന്ന് ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആരും കാത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും ശരിയായ രീതികളല്ല. ഇവിടെ അമരമ്പലം പഞ്ചായത്ത്, നിലമ്പൂർ മണ്ഡലത്തിൽ നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത്. ഈ വർക്ക് അങ്ങോട്ട് ബ്ലോക്കായി. എന്തേ? ഈ 4 ലക്ഷത്തിന്റെ വീട്, അതിലൊരു 2 കോരി മണ്ണിടണ്ടേ? മരിച്ചാ സമ്മതിക്കൂല. മനസ്സിലായോ? പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ലാതെ വന്നിട്ട് SP-യെ കണ്ടു. വലിയ പ്രശ്നമുണ്ട്, 4 വട്ടം മണ്ണാണ്. അത് നിയമമാണ്. എന്താ ഈ നിയമം? എന്താണ് ഈ നിയമം? എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ, ഓരോ നിയമത്തിനും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും, അതിനൊരു ക്രക്സ് ഉണ്ടാവും. ഈ രാജ്യത്തെ മലയൊക്കെ പാടെ ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം 4 ലക്ഷം ഉറുപ്പികൾക്ക് നാട്ടുകാരുടെ സഹായത്തോടു കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവന് 1 കൊട്ട മണ്ണിടാൻ പറ്റൂല. അതാണ് നിയമം. അതല്ല നിയമം. ആ നിയമത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ.
5 സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തതായിരിക്കും. അവിടെ വെട്ടുകല്ലായിരിക്കും. അപ്പോൾ ഒരു 10 കല്ല് വെട്ടിയെടുത്താൽ ആ വീടിന് ഉപയോഗിക്കാം. ഇപ്പോൾ കല്ലിൻ്റെ വില അറിയാം നമുക്ക്, 80 റുപ്യ. പിടിച്ചിട്ടേ 35-40 റുപ്യ 3 കൊല്ലം മുമ്പ് പോകുന്നതാ. എന്താ നേടിയത്? അവിടെയാണ് പ്രശ്നം. 4 ലക്ഷത്തിൻ്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരും വീട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തപ്പെടും. കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? 10 ലക്ഷം റുപ്യ ഒരു കക്കൂസിന് ചിലവാക്കും. മനസ്സിലായോ? അവിടെയാണ് 4 ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീടുണ്ടാക്കുന്ന ഈ സാധുക്കൾക്ക് ഒരു തരി പറഞ്ഞ പോലീസ് ഇടപെടേണ്ട വിഷയമാണ്. ഇതാണോ ഈ രീതി? അതിനാണോ നിയമം ഉണ്ടാക്കിയത്? എന്നിട്ട് കാലാകാലം ഈ മലപ്പുറം ജില്ല ഇപ്പം ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. എങ്ങനെ പിണറായി വിജയന് ഈ മനുഷ്യനെ എതിരാക്കാൻ കഴിയുമോ? അപ്പം അതൊന്നും പോലീസിങ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ അങ്ങേയറ്റത്തെ വിഷമമുണ്ട്. നിവൃത്തിയില്ല. മനസ്സിലായോ? നിവൃത്തിയില്ല. മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല ഒരുത്തനെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്. അവന് കൈ കൊടുത്തും അവന് സ്നേഹിച്ചുകൊണ്ട്. ഞാനൊക്കെ എൻ്റെ പാർട്ടിയിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ താഴേക്കടയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകനാണ്. കാരണം അവനാണിത് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് പോലീസിൻ്റെ സിസ്റ്റം. കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി, ആന്ധ്രയിൽ പോയി, കേലിൽ പ്രതിയെ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കക്കൂസിലൊക്കെ വിളിച്ചിരുന്ന് പ്രതിയെ പിടിച്ച് കൊടുത്താൽ ആർക്കാ പേര്? ആ പോയൻ്റെ പേരൊന്നും നമ്മൾ പുറത്ത് കാണില്ല. അപ്പം ഇതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല രീതി. പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും. അത്ര എനിക്കത് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കേണ്ട. എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു. 1-2 കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ സരസാകെ വഷളാവും. ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കേരള പോലീസ് അസോസിയേഷന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ സ്വതന്ത്രമായ, സത്യസന്ധമായ, സിൻസിയറായ പ്രവർത്തനം നിങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, പോലീസിന് വേണ്ടി നിർവഹിക്കാൻ സാധിക്കട്ടെ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ നീതി നിഷേധത്തിൻ്റെ ഒപ്പം നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും എന്നറിയിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.